ബസ്സിലൊക്കെ ഇങ്ങനെ അവിചാരിതമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പം പലർക്കും ട്രോമ ഉണ്ടാവും. നമ്മൾ ഈ ട്രോമ എന്ന് പറയുന്നത് വലിയ സംഭവം, വലിയ പ്രശ്നമാണിത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്കൊരു ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് സംഭവിക്കുക, അത് നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ട്രോമ ഉണ്ടാക്കിക്കളയും. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ആരോടെങ്കിലും പറയേണ്ടി വരിക, നമ്മൾ പെട്ടെന്ന് ഒരാളോട് പറയേണ്ടി വരിക, മുൻകാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ചിലപ്പോൾ ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകും. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്, ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിനെ ഒരു സിമ്പിൾ വേർഡായിട്ട് ഉപയോഗിക്കും, ട്രോമ എന്ന് പറഞ്ഞിട്ട്. അതങ്ങനെയൊന്നും അല്ല, ഇതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. അത് നേരിടുക എന്ന് പറയുന്നത് വലിയ പ്രശ്നവുമാണ്. അതുകൊണ്ട് എന്തായാലും സവാദിനെ ഇക്കാര്യത്തിൽ ഇനി പിന്തുണയ്ക്കാൻ പോകുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സാധനം, നിങ്ങൾക്കിടയിൽ നിങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അനുഭവം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്തുണയ്ക്കുമോ എന്ന് ചിന്തിക്കുക. അവിടെ വസ്ത്രധാരണമൊന്നും നോക്കണ്ട. ഇപ്പോൾ ഈ പരാതി കൊടുത്തിരിക്കുന്ന യുവതി ധരിച്ചിരിക്കുന്ന വസ്ത്രമായിരിക്കും ഇപ്പോൾ അടുത്ത കാര്യമായി കൊണ്ടുവരാൻ പോകുന്നത്.